ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SGR കുമാർ കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ SGR കുമാർ, ആചാരങ്ങൾക്ക് നേരെ വീണ്ടും ഉന്നം പിടിക്കുന്നു. ശബരിമല 2018 സുപ്രീം കോടതി വിധിക്ക് ശേഷം വളരെ ധൃതി കൂട്ടി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നടത്തിയ ഒരു വഞ്ചനയായിരുന്നു. നമ്മൾ ആ സമയത്ത് ഒരു കാരണവശാലും ഭക്തരല്ലാത്തവരെയും അതുപോലെ തന്നെ ഈ ഹിന്ദു സമൂഹത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെയുമെല്ലാം ശബരിമലയിലേക്ക് ആനയിച്ച്, പ്രത്യേകിച്ച് നമ്മൾ കണ്ടത് പോലീസിന്റെ അകമ്പടിയോടുകൂടി വേഷം മാറി പ്രച്ഛന്ന വേഷധാരികളായി അവരെ കൊണ്ടുവരികയും എന്നാൽ ഭക്തജനങ്ങളായിട്ടുള്ളവരെ അവിടെ കയറുന്നതിനെ തടസ്സപ്പെടുത്തുകയും അവിടെ ഭക്തിപൂർവം തൊഴാനെത്തുന്നവരെ തടസ്സപ്പെടുത്തുകയും ഭജന നടത്തുന്നവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും എല്ലാം ചെയ്ത വിചിത്രമായ ഒരു സംഭവമായിരുന്നു നമ്മൾ 2018 കണ്ടത്. യഥാർത്ഥത്തിൽ ഇതിന്റെ തുടക്കം 2018 അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2006 മുതലാണ് ഈ ഒരു പ്രശ്നം തുടങ്ങുന്നത്. 2006 ശബരിമല നടന്ന ഒരു ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ഒരു യുവതീ സ്പർശം ഏറ്റു എന്ന് കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പരിഹാരക്രിയ ശബരിമല ക്ഷേത്രത്തിൽ നടത്തുകയും ചെയ്തതാണ് ഇതിന്റെ എല്ലാം പിന്നിൽ. ആ പരിഹാരക്രിയയെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ പരിഹാരക്രിയ ഒരു യുവതി അയ്യപ്പ വിഗ്രഹത്തിൽ സ്പർശിച്ചു എന്നുള്ളത് കൊണ്ട് എന്തിനാണ് ഒരു പരിഹാരക്രിയ, അത് യുവതികളെ അധിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണെന്നും അതുപോലെ തന്നെ ശബരിമല ക്ഷേത്രത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നില്ല എന്നും ഉള്ളൊരു കിംവദന്തി പരത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നവ ലിബറലിസ്റ്റുകളായിട്ടുള്ള കുറേയധികം സ്ത്രീകൾ ഡൽഹിയിൽ ഒത്തുകൂടി അവരുടെ ചില ലേഖനങ്ങൾ എഴുതുകയും അതിനുവേണ്ടി ചില തയ്യാറെടുപ്പുകൾ നടത്തുകയും നൌഷാദ് എന്ന അഭിഭാഷകന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ ഒരു സംഘടന പെട്ടെന്ന് രൂപീകരിക്കുകയും ആ സംഘടന ഈ വിഷയം വെച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കുകയും ചെയ്തതാണ് ഇതിന്റെ ആരംഭം. പക്ഷേ ഇതിന്റെ പിന്നിൽ, ഞാൻ ഈ പറഞ്ഞതിനെല്ലാം പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിരുന്നു. അത് ഈ ശബരിമല ഈ വിഷയത്തിൽ 2006 കേസ് കൊടുത്ത ഈ ഇന്ത്യൻ യങ് ലോയേഴ്സ് അസോസിയേഷന്റെ നൌഷാദ് എന്ന പ്രസിഡന്റ് മാറി നിന്നുകൊണ്ട് ഈ 4 വനിതകൾ അവരെ കൊണ്ട്, വനിതാ അഡ്വക്കേറ്റുമാരാണ്, അവരെ കൊണ്ടാണ് കേസ് കൊടുപ്പിച്ചത്. പക്ഷേ ആ എഴുതി കൊടുത്ത പെറ്റീഷനും അതിന്റെ എല്ലാ പിന്നാമ്പുറങ്ങളിലെല്ലാം പ്രവർത്തിച്ച് നൌഷാദാണെന്നും ഇത് യാതൊരു കാരണവശാലും ഇതിന് സത്യമില്ലെന്നും ഞങ്ങളെയൊക്കെ ബലാത്കാരം മൂലമാണ് ഒപ്പിടിച്ചതെന്നും ഇതിന്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ടെന്നും ഈ കേസ് കൊടുത്ത 3 വനിതാ അഭിഭാഷകന്മാർ സുപ്രീം കോടതിയിൽ തന്നെ പ്രഖ്യാപിക്കുകയും അവർ സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് ആ ലോണിൽ അവിടെ നിൽക്കുന്ന മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്ത് ഇപ്പോഴും നമുക്ക് യൂട്യൂബിൽ വീഡിയോ കിട്ടും. അപ്പൊ ഇത്തരത്തില് ഒരു ഗൂഢാലോചനയുടെ പങ്കാളികളാണ് ഈ ഇടതുപക്ഷ സർക്കാരും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഈ മൊത്തത്തിൽ ശബരിമലയെ തകർക്കാനും, നമുക്കറിയാം ഈ ഗണപതി മിത്താണെന്നും അല്ലെങ്കിൽ സനാതധർമ്മം ഇല്ലാതാകണമെന്നും ഒക്കെ കൊണ്ടിരിക്കുന്ന ഈ കൂട്ടര് ഓരോ അവസരങ്ങളും ഈ ഹിന്ദു വിശ്വാസത്തെയും ക്ഷേത്രങ്ങളെയും എല്ലാം തകർക്കാനായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത് കുറച്ചുകൂടെ ശക്തമായിട്ട് വരുന്നതിന്റെ കാരണം ഈ പിണറായി സർക്കാർ, ഇടതുപക്ഷ സർക്കാർ കയറിയതിന് ശേഷം നമുക്കറിയാം 2016 ശേഷം അവരുടെ ഒരു നയത്തിലുണ്ടായിരുന്ന പ്രധാന ഒരു മാറ്റം, മുൻപ് അവരുടെ ഒരു വളരെ അക്രമാസക്തമായ രീതിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിന് വിധേയരായിരുന്നത് മൊത്തത്തിൽ ഈ എല്ലാ കേരളീയ സമാജവും ഉണ്ടായിരുന്നെങ്കിൽ ഈ 2016 പിണറായി സർക്കാർ വന്നതിന് ശേഷം നമുക്ക് അവരുടെ ഓരോ നീക്കങ്ങളിൽ നിന്ന് മനസ്സിലാകും ഹിന്ദു സമൂഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന തരത്തിലാണ് ഈ പിണറായി സർക്കാരും അവരുടെ പോലീസും അവരുടെ എല്ലാ സംവിധാനങ്ങളും ദേവസ്വം ബോർഡ് ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണാൻ പറ്റും. അതുകൊണ്ട് അത്തരത്തിലൊരു പ്രവർത്തനം അല്ലെങ്കിൽ ആരെയൊക്കെ പ്രീതിപ്പെടുത്താനായിട്ട് അതല്ലെങ്കിൽ ആരുടെയൊക്കെയോ ചില കാര്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് ഹിന്ദു സമൂഹത്തെ ഇല്ലാതാക്കാനും അവരെ മാനസികമായി താർക്കാനും ക്ഷേത്രവിശ്വാസത്തെ താർക്കാനും ഒക്കെയുള്ള നീക്കങ്ങളാണ് നടന്നത്. തുടർന്ന് ഇങ്ങോട്ട് നമുക്കറിയാം ശക്തമായ പ്രതിഷേധം നമ്മളെല്ലാം നടത്തി. എനിക്ക് തോന്നുന്നു കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു പ്രതിഷേധമായിരുന്നു. കേരളത്തിൽ മാത്രമല്ല നടന്നത്, ലോകത്തെമ്പാടും തന്നെ ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതി വിധിക്കെതിരെയും കേരള സർക്കാരിന്റെ ഈ അനിയന്ത്രിതമായിട്ടുള്ള ഹിന്ദു പീഡനത്തിനെതിരെയും എല്ലാം നമ്മൾ പ്രതികരിച്ചു. ഈ പ്രതികരിച്ചതിന്റെ ഒരു
തിക്താനുഭവമാണ് ഇന്ന് നമ്മൾ കാണുന്ന പല കേസുകളും നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് ഏതെല്ലാം തരത്തിലാണോ ഈ കേസുമായിട്ട് ഈ വിഷയത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ അല്ലെങ്കിൽ സത്യം തുറന്നു പറയുന്നവര്, അതല്ലെങ്കിൽ പൊതു ഹിന്ദു സമൂഹം ഭക്തജനങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ആരൊക്കെയാണോ അവരെ എല്ലാം അക്കമിട്ട് എണ്ണി അവരുടെ എല്ലാം പേരിൽ ഏതൊക്കെ തരത്തിൽ കേസെടുക്കാമോ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ പീഡിപ്പിക്കാമോ ഇതെല്ലാം അന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഏകദേശം 1000-ഓളം കേസുകൾ അനുഭവിക്കുന്ന ഒരാളാണ് ഇതേ വിഷയത്തിൽ. ഇതെല്ലാം കള്ളക്കേസുകളാണ്. അതിന്റെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഒരു തെളിവ് എന്താണെന്ന് വെച്ചാൽ ഈ കേസുകളെല്ലാം നടന്നിരിക്കുന്ന തീയതിയും ഡേറ്റും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇതെല്ലാം നടന്നിരിക്കുന്നത് ഇപ്പൊ ഈ കേസിന് നമ്മളിപ്പോ എടുത്തിരിക്കുന്ന കേസിന് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസുകളുടെ പ്രാഥമിക FIR നോക്കിയാൽ അറിയാൻ പറ്റും. 2019 ജനുവരി മാസം 2, 3 തീയതികളിൽ നടന്ന സംഭവങ്ങളാണ് ബഹുഭൂരിപക്ഷം കേസുകളും. അതായത് 2019 ജനുവരി 2-ാം തീയതിയാണ് അവിടെ ബലമായിട്ട് ചില സ്ത്രീകളെ സർക്കാരും പോലീസുകാരും ദേവസ്വം ബോർഡും എല്ലാം ചേർന്ന് അവിടെ കൊണ്ടുവരികയും അതിനുശേഷം നടന്ന ഒരു ശക്തമായ ഒരു പ്രതിഷേധ ജ്വാലയായിരുന്നു കേരളം മൊത്തം. അതായത് ഒരു ഹർത്താൽ നമ്മൾ ആഹ്വാനം ചെയ്തു. കേരളം മൊത്താകെ നിശ്ചലമായി ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു. അതിന്റെ പകരം അതിനെ കണക്കാക്കി അല്ലെങ്കിൽ അതിന്റെ ആരൊക്കെയാണോ അതിനു വേണ്ടി പ്രവർത്തിച്ചത് അവർക്കൊക്കെ എതിരെ നീങ്ങുന്ന തരത്തിലായിരുന്നു പിന്നീട് ഇങ്ങോട്ട് ഏതാണ്ട് 2 മാസത്തിന് ശേഷം നടന്ന ഈ പറഞ്ഞ കേസുകൾ. ഇതിന്റെ മറ്റൊരു വശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം നടന്നിരിക്കുന്നത് ഒരേ സമയം ഒരേ ദിവസമാണ്. അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മിക്കവാറും എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ആ 2019 ജനുവരി മാസം 2, 3 തീയതികളിൽ നടന്നിരിക്കുന്ന ഏതൊക്കെ ക്രൈമുണ്ടോ അതിലെല്ലാം അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് 13 പേരുടെ പേരെഴുതിയിട്ട് ഈ 13 പേരെയും ഈ പറഞ്ഞ എല്ലാ കേസിലും പ്രതിയാക്കണമെന്ന് പറഞ്ഞിട്ട് DGPയുടെ സർക്കുലർ എല്ലാ SP-മാർക്കും പോവുകയും അങ്ങനെയാണ് ഈ എഴുതി ചേർത്താണ് ഇതെല്ലാം നമ്മൾ ഇതിന്റെ തെളിവുണ്ട്, ഹൈക്കോടതി സമർപ്പിച്ചിട്ടുണ്ട്. ദൗർഭാഗ്യവശാൽ ഹൈക്കോടതിയും അത് വേണ്ട തരത്തിൽ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ശ്രീ SJR കുമാർ, നിയമ സംവിധാനത്തിന് മുന്നിലെത്തിയാൽ അപ്പാടെ പാളിപ്പോകുമെന്നറിയാമായിരുന്നിട്ടും ഇതൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാകും? അവർക്കത് ഈ ഇത്തരം പ്രവർത്തിക്കുന്നവരെ നിശ്ചലമാക്കുക, അതല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികളിൽ നിന്ന് സർക്കാരിനെ ചോദ്യം ചെയ്യുന്നതില്, അതല്ലെങ്കിൽ സനാതനധർമ്മത്തെയും ക്ഷേത്ര സംസ്കാരത്തെയും സംരക്ഷിക്കുന്നവരെ അവരെ അതിൽ നിന്നും ആ ഒരു പ്രവൃത്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിൽ ചെയ്യാമോ അവരെ അറസ്റ്റ് ചെയ്യുക, പീഡിപ്പിക്കുക, കള്ളക്കേസ് എടുക്കുക. അതായത് ചില കേസുകളിൽ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും. ഇപ്പൊ എന്റെയും ശശികല ടീച്ചറിന്റെയും ഒരു കേസ്, ഞങ്ങൾ ഓരോ കേസ് അവസാനം ഇത് വാറണ്ട് വരുമ്പോൾ നമ്മൾ ഹൈക്കോടതി സമീപിക്കുകയും ക്വാഷ് ചെയ്ത് കിട്ടുന്നുണ്ട് അത് കള്ളക്കേസാണെന്നുള്ള തെളിവോടുകൂടി. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, കണ്ണൂരിലുള്ള ഒരു കേസ് ക്വാഷ് ചെയ്ത കേസാണ്. അതിൽ ഞാനും ശശികല ടീച്ചറും കൂടെ ഈ 2019 ജനുവരി മാസം 3-ാം തീയതി രാവിലെ കണ്ണൂരിൽ ഒരു സ്ഥലം പറയുന്നുണ്ട്. അവിടെ ഒരു ഓട്ടോ, ഈ പെട്ടി ഓട്ടോ തടഞ്ഞു നിർത്തി അതിൽ ഡ്രൈവറെയും കൂടെ ഉണ്ടായിരുന്നവരെയും ബലമായി പുറത്തെടുത്തിട്ടു. അവരെ മർദ്ദിച്ചു. ആ കൂടെ ഉണ്ടായിരുന്ന ആളുടെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു. അയാളെ കൊല്ലാൻ വേണ്ടി, ഡ്രൈവറെ കൊല്ലാൻ വേണ്ടി ലക്ഷ്യമാക്കി കല്ലെറിഞ്ഞു. ഭാഗ്യത്തിന് കല്ല് കൊണ്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു കേസാണ്. ഇത്തരത്തിൽ ഞാൻ ഉദാഹരണം പറയാണ്. അതുപോലെ തൊടുപുഴ ഒരു കേസ്, ഞാനും ശശികല ടീച്ചറും കൂടെ അവിടുത്തെ ലോക്കൽ ഏരിയ സെക്രട്ടറി CPM-ന്റെ അയാളെ മർദ്ദിച്ചു എന്നും പറഞ്ഞൊരു കേസാണ്. ഇത്തരത്തില് ഈ മാന്നാറിൽ വന്നിരിക്കുന്ന കേസ് അവിടുത്തെ DYFI പ്രവർത്തകരെ വടിവാൾ വെച്ച് വെട്ടാൻ പോയി എന്നുള്ള കേസാണ്. ഇത്തരത്തില് ഞാൻ പറഞ്ഞ ഒരിക്കലും നട്ടാക്കുറുക്കാത്ത നുണയുമായിട്ട് ഒരു കാരണവശാലും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തതും ഒരേ സമയം കേരളത്തിൽ ഈ പറഞ്ഞ ഒരേ സമയം ഒരേ ദിവസവും ആണ് ഈ കേസെല്ലാം ചാർജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ മനസ്സിലാക്കുക എങ്ങനെയാണ് ഒരാൾക്ക് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇത്തരം വിവിധ സംഭവങ്ങൾ ഒരേ സമയത്ത് പങ്കെടുക്കാൻ സാധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യും. എന്നാൽ ഈ വിഷയം ഹൈക്കോടതിയിൽ നമ്മൾ എത്തിച്ചതിന് ശേഷം ഹൈക്കോടതി പോലും അത് വേണ്ട തരത്തിൽ പരിഗണിച്ചില്ല എന്നുള്ള വളരെ ദുഃഖകരമായ ഒരു കാര്യം കൂടെ സത്യം ഞാൻ പറയേണ്ടി വരും. കാരണം കോടതിയെങ്കിലും ഇത് നമ്മളവിടെ ആവശ്യപ്പെട്ട ഒരു കാര്യം, ഇത്തരം വിവിധ കേസുകൾ വന്നിട്ടുണ്ട്, ഇതെല്ലാം കള്ളക്കേസാണ്. കാരണം ഈ ഞാനീ പറഞ്ഞ തന്നെ ഏറ്റവും വലിയ ഉദാഹരണം, ഒരേ സമയത്ത് എങ്ങനെയാണ് ഇത്രയധികം സ്ഥലങ്ങളിൽ ഒരാൾക്ക് അല്ലെങ്കിൽ പലർക്കും പല കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുക എന്നുള്ളത് മാത്രം വെച്ചുകൊണ്ട് തന്നെ കള്ളക്കേസാണെന്ന് പറയാം. ഇനി അതല്ല, ഇനി കേസ് നടത്തണമെന്നുണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും ഒരു കോടതിയിലേക്ക് കൊണ്ടുവരൂ. ആ കോടതിയിൽ ഈ കേസെല്ലാം കൂടെ ഒന്നിച്ചു കേൾക്കാൻ പോലും നമ്മൾ ആവശ്യപ്പെട്ടിട്ട് പോലും വളരെ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇതുവരെ ഹൈക്കോടതി പോലും ഇത് കേൾക്കാൻ സാധിച്ചിട്ടില്ല. അതായത് നിയമ സംവിധാനത്തെ അത് എത്രത്തോളം വികൃതമാക്കി ഉപയോഗിക്കാമോ അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഒരു സർക്കാരും, എന്നാൽ അതിനെ ചോദ്യം ചെയ്യുന്നവർക്ക് വേണ്ട ഒരു സംരക്ഷണം പോലും ഈ നാട്ടിൽ ഇല്ല എന്നുള്ള ഒരു സത്യാവസ്ഥ ഞാൻ തുറന്നു പറയാൻ നിർബന്ധിതനാകുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു വലിയൊരു ജനങ്ങളുടെ ഇടയിലേക്ക് ഈ വിഷയം കൊണ്ടുവന്ന് എത്തിച്ച് എത്ര വികൃതമായിട്ടാണ് ഈ സർക്കാരുകൾ അവരുടെ പോലീസ് സംവിധാനത്തെയും മറ്റും ദുരുപയോഗം ചെയ്യുന്നത്.
എത്ര തരത്തിൽ, ഏതൊക്കെ തരത്തിലാണ് ഹൈന്ദവ സമൂഹത്തെ ഇല്ലാതാക്കാൻ, സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ, ക്ഷേത്ര സംസ്കാരത്തെ ഇല്ലാതാക്കാൻ, പ്രത്യേകിച്ച് ശബരിമലയുടെ വിഷയത്തിൽ ഇതെല്ലാം ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ആ ഓരോ കേസുകളും എൻ്റെ കേസുകളുടെ FIRന്റെ ഫയലുകൾ ചെയ്തിരിക്കുന്നത് ഒരു 10,000-ഓളം ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരിക്കലും ആർക്കും നടത്താൻ അല്ലെങ്കിൽ തെളിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കേസുകളിൽ നമ്മളെ ഈ ആളുകളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കേസിൽ ഈ പറഞ്ഞ 13 പേരിൽ ആരുടെങ്കിലും ഒരു സാന്നിധ്യം പോലും ഇവർക്ക് തെളിയിക്കാൻ സാധിക്കത്തില്ല. മറ്റൊരു വിചിത്രമായ കാര്യം കൂടെ ഞാൻ പറയാം. ഇതുവരെ ഈ കേസിന്റെ പല കേസുകളും നമ്മളുടെ മുന്നിൽ വന്നു. ഇതിലെല്ലാം പ്രത്യേകിച്ച് നമ്മൾ കാണേണ്ട ഒരു വിഷയം, ഇതിലൊന്നും ഒരു ഒറ്റ സാക്ഷി പോലും ഇല്ല എന്നുള്ളതാണ്. ഈ FIR ഒക്കെ ഉണ്ടെങ്കിലും ഇതിലൊന്നും ഒരാൾ സാക്ഷിയില്ല. അങ്ങനെ സാക്ഷി പോലും, കാരണം എങ്ങനെ സാക്ഷി പറയാൻ പറ്റും ഒരാൾക്ക്? കാരണം അവിടെ ഈ സാന്നിധ്യമില്ലാത്ത ആളുകളുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എത്ര 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 വലിയ ഒരു ക്രൂരമായ ഒരു നടപടിയാണ് കേരള സർക്കാരും കേരള പോലീസും. ഞാൻ പറയുന്നത് ഈ ഇത്രയധികം പ്രകീർത്തിക്കപ്പെടുന്ന IPS ഉദ്യോഗസ്ഥന്മാർ പോലും ഉള്ള ഈ പോലീസ് സേനയിൽ അവരെ ദുരുപയോഗം ചെയ്യാണ്. ഈ DGP ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 2019 ഈ വിഷയം വന്നതിന് ശേഷം മാർച്ച് മാസത്തോടുകൂടിയാണ് അത് കേസെല്ലാം 2019 ജനുവരി 2-3 എടുത്തു. അതിന്റെ FIR തയ്യാറാക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മാർച്ച് മാസത്തിൽ ഒരു ബില്ലിന്റെ ബേസിൽ ഈ ആളുകളെല്ലാം പ്രതി ചേർക്കുകയാണ്. അത് ഈ DGPയുടെ ഒരു കത്ത് എല്ലാ SP-മാർക്കും പോകുന്നു. ആ കത്തിന്റെ കോപ്പിയൊക്കെ നമ്മൾ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് താഴെ പറയുന്നവരെല്ലാം 2019 ജനുവരി മാസം 2-3 തീയതി നടന്ന എല്ലാ ക്രൈമിലും പെടുത്തണം എന്ന് പറഞ്ഞു പോവുകയും അതങ്ങനെ ഉൾപ്പെടുത്തുകയും ചെയ്യാം. അതായത് ഇത് നിയമ സംവിധാനത്തെ ഇത്രയും ദുരുപയോഗം ചെയ്യുന്നതായിട്ട് കേട്ടുകേഴ്വി പോലുമില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇതിന്റെ ഉത്തരവാദിത്വം ഈ കേരളത്തിലെ പോലീസ് സേനയ്ക്കും അവിടെ ഇരിക്കുന്ന DGP-മാർക്കും ഒക്കെ ഉണ്ട്. അവരൊന്നും ഒരിക്കലും ഇത്തരത്തിലൊരു സർക്കാരിന് കൂട്ടുനിൽക്കാൻ പാടില്ല. അതായത് നിയമരാഹിത്യമാണ് ഇവർ നടത്തുന്നത്. സത്യം പറഞ്ഞാൽ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കൂടാതെ ഞാൻ പറഞ്ഞ പോലെ ഇത്തരം വിഷയങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നിൽ എത്തിക്കുമ്പോൾ ഹൈക്കോടതി പോലും ഇത് വേണ്ട തരത്തിൽ പരിഗണിക്കുന്നില്ല. ഇന്നും ഈ കേസ് നടക്കുകയാണ്. ഇപ്പൊ മാന്നാറിലെ കേസ് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ്. കുമാർ, അതായത് അങ്ങ് പറഞ്ഞു വരുന്നത് നമ്മുടെ നിയമ സംവിധാനത്തെയും നമ്മുടെ പോലീസ് സംവിധാനത്തെയും ഒക്കെ അപഹാസ്യരാക്കുന്നവരോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇത് ഒരാളോ രണ്ടാളോ മാത്രമല്ല, ഇത് ഇടതുപക്ഷ സർക്കാർ മറ്റു ചിലരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് വേണ്ടിയിട്ട് ചെയ്യാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ മുസ്ലിം തീവ്രവാദികളോടൊപ്പം ഇന്ന് നമ്മൾക്കറിയാം പഹൽഗാമിലൊക്കെ സംഭവിച്ച എന്താണെന്നുള്ളത്. പഹൽഗാമില് അവര് മതം ചോദിച്ച് അവര് ചില ചിഹ്നങ്ങൾ നോക്കി തേടി ഹിന്ദുക്കളെ വധിച്ചുവെങ്കിൽ ഏതാണ്ട് അതിന് സമാനമെന്ന് തന്നെ പറയേണ്ടി വരും ഈ കേരളത്തിൽ നടന്ന ഈ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം ഹൈന്ദവ പീഡനങ്ങൾ. ഇത് നമുക്കറിയാം. ഇത്തരം വിഷയങ്ങൾ മറ്റാർക്കും സംഭവിക്കുന്നില്ല. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് ഹിന്ദു നേതൃത്വത്തിന് മാത്രം സംഭവിക്കുന്നത്, മറ്റാർക്കും സംഭവിക്കുന്നില്ല? എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എത്ര കേസുകൾ ഇതുപോലെ സമാനമായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പൊ സുപ്രീം കോടതി തന്നെ വിധി നടപ്പാക്കാനായിട്ട് നടന്ന ഓർത്തഡോക്സ് സഭയുടെയും മറ്റും യാക്കോബ സഭയുടെയും തമ്മിലുള്ള പ്രശ്നങ്ങളിലൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. പക്ഷെ അവിടെ എങ്ങും ഇത്തരത്തിൽ കള്ളക്കേസ് ചുമത്തി, ആയിരക്കണക്കിന് കള്ളക്കേസ് ചുമത്തി ഈ നേതാക്കന്മാരെ ഇല്ലാതാക്കാനും അല്ലെ അവരെ ബുദ്ധിമുട്ടിക്കാനും ഒക്കെ ശ്രമം ഒരിക്കലും നടന്നിട്ടില്ല. മാത്രമല്ല ഇത് തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായ അവസ്ഥ. ഈ 2019 നടന്ന സംഭവത്തിൽ പിന്നീട് ഈ ആളുടെ FIR പേര് കൂട്ടിച്ചേർത്തിട്ടും ഇന്നും പല പോലീസ് സ്റ്റേഷനിൽ ഇത് പൊക്കിക്കൊടുത്തോണ്ട് വരികയാണ്. അതാണ് ഇപ്പൊ മാന്നാറിൽ നടന്നിരിക്കുന്ന സംഭവം. അപ്പൊ അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും മാസത്തിൽ 1-2 വീതം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്ക് തോന്നുന്നത് അത് ശക്തമായ ഒരു പ്രക്ഷോഭം. കാരണം ഈ സർക്കാരിന്റെ ഈ ദുർനടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെതിരെ ഈ ഭക്തജനങ്ങൾ സംഘടിക്കുക, ഇതിനെതിരെ പ്രക്ഷോഭം നടത്തുക എന്നുള്ളത്. കാരണം ശബരിമല നമ്മൾ അത് ചെയ്തത് നമുക്കറിയാം. അപ്പോൾ ശബരിമല ഈ സുപ്രീം കോടതിയിൽ അവർ കൊടുത്ത സത്യവാങ്മൂലത്തിൽ യുവതീ പ്രവേശനം അനുകൂലമായിട്ടായിരുന്നെങ്കിലും അവർക്ക് തിരിച്ചടി നേരിട്ടപ്പം അവർ ആ സത്യവാങ്മൂലം മാറ്റിയിട്ടില്ല. പക്ഷെ പൊതുസമൂഹത്തിനോട് പറഞ്ഞു, ഇല്ല ഞങ്ങൾ ശബരിമലയിൽ യുവതീ പ്രവേശനം അനുകൂലമല്ല, തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് ഏതാണ്ട് ലക്ഷോപലക്ഷം ഈ എന്താ പറയുക നോട്ടീസുകൾ അടിച്ചിറക്കി ഗ്രാമാന്തരങ്ങളിൽ അവർ വിതരണം ചെയ്തിട്ടാണ് രണ്ടാമത് ഇലക്ഷനിൽ ജയിക്കുന്നതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഇവര് എപ്പോഴും കള്ളത്തരം. എന്നാൽ ഇന്നും ആ സത്യവാങ്മൂലം അതുപോലെ നിൽക്കുകയാണെന്നുള്ളത് ഈ പാവം ഈ ഇവർക്ക് വോട്ട് ചെയ്യുന്നവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷ സർക്കാർ ശരിക്കും പറഞ്ഞാല് ഈ അവരുടെ ഇത്തരം ഈ നമ്മൾക്ക് സംശയിക്കേണ്ടതായിട്ടുള്ള തീവ്രവാദികളുമായിട്ടുള്ള ബന്ധം നമ്മൾ പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ഇന്ന് പഹൽഗാം നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഈ ഭാരതത്തിൽ നടക്കുന്ന ധാരാളം വിഷയങ്ങളുണ്ട്. അതുപോലെ ഈ വിഷയവും ഏതാണ്ട് അതേ സമാനമായ തരത്തിലാണോ എന്ന്
കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം, NIA അന്വേഷിക്കണം, അതല്ലെങ്കിൽ ഏതാണോ അതിന് പറ്റിയ ഒരു സംവിധാനം അവരെ അന്വേഷിച്ച് മനസ്സിലാക്കണമെന്നാണ്. കാരണം ഈ സുപ്രീം കോടതിയിലെ ഈ വിധി നടപ്പാക്കാനായിട്ട് ഒരു കാരണവശാലും അവർ ആവശ്യപ്പെടുന്നില്ല, സമയബന്ധിതമായി നടപ്പാക്കണം എന്ന് പറയുന്നില്ല. അത്തരത്തിലുള്ള സമയത്ത് ഒരു കാരണവശാലും ഭക്തരല്ലാത്ത അന്യസമുദായക്കാരായിട്ടുള്ള സ്ത്രീകളെ, അതും ഞാനത് കൂടുതൽ വിവരിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അത്തരം സ്ത്രീകളെ കെട്ടിയൊരുക്കി പോലീസിന്റെ അകമ്പടിയോടുകൂടി വേഷപ്രച്ഛന്നരാക്കി എന്തിനാണ് ശബരിമലയിൽ കൊണ്ടുവന്നത്? അത് ഹിന്ദു സമൂഹത്തെ അവഹേളിക്കാനല്ലാതെ, അല്ല ക്ഷേത്ര സംസ്കാരത്തിനെ ചോദ്യം ചെയ്യാനല്ലാതെ, ചലഞ്ച് ചെയ്യാനല്ലാതെ എന്ത് ആവശ്യമായിരുന്നു? യെസ്, അവിടെ വളരെ തീർച്ചയായിട്ടും വ്യക്തമാണ്. ഇവരെ